ഹായ് ഗൈസ്, പിന്നെയാണെങ്കിൽ ഇന്ന് നമ്മുടെ രണ്ട് വണ്ടിയൊക്കെ ട്രിപ്പ് ഉണ്ടായിരുന്നേ. നമ്മുടെ പ്രോവലറിലെ 34 നമ്മളെ ഹാരിസ് ഉണ്ടായിരുന്നു. ഏഷ്യൻ്റെ ചേസിൽ പ്രകാശിൻ്റെ ബോഡിയിലുള്ള ഒറിജിനൽ സെഡസിൻ്റെ 34 സീറ്റ് വണ്ടികൾ കേരളത്തിൽ തന്നെ വിരളമുള്ളത്. അതിലൊരു വണ്ടിയാണ് നമ്മുടെ ഈ പ്രോവലർ. അതേപോലെ നമ്മുടെ സ്കാർഫേസുമായിട്ടാണ് നമുക്ക് ചെറിയൊരു മാരേജ് ട്രിപ്പായിരുന്നേ. ഇതിൽ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വണ്ടിയും രണ്ടിടത്തു നിന്ന് ട്രിപ്പ് എടുത്തത് നന്നായി. കാരണം ആരും ഈ കല്യാണത്തിന് ആൾ കുറവായിരുന്നു. നമ്മുടെ ഈ 49 സീറ്റ് സ്കാർഫേസിനകത്ത് 14 പേരും നമ്മുടെ 34 സീറ്റ് വണ്ടിക്ക് ഏകദേശം 11 പേരെ ഉള്ളായിരുന്നേ. അതായത് ഒരു 25 പേർക്ക് ഒരു കല്യാണ ഓട്ടത്തിന് ഞങ്ങളുടെ രണ്ട് വണ്ടി ഓടിയിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും അവർ വണ്ടി ക്യാൻസൽ ചെയ്യേണ്ട, രണ്ട് വണ്ടിയും വരട്ടെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ രണ്ട് വണ്ടിയായിട്ട് വന്നത്. ഇത്രയും പേരായിട്ടാണ് ഈ ട്രിപ്പ് പോയത്. ട്രിപ്പ് പോയിട്ട് വന്നിട്ട് വണ്ടിക്കകത്ത് ഇന്ന് ഗ്രീസ് അടിക്കണം, അതേപോലെ എയർ അടിക്കണം. ഗ്രീസ് എയർ അടിച്ച് വണ്ടി ഷട്ടിൽ വന്ന് അപ്പോഴത്തേനാണ് എനിക്ക് പണി കിട്ടിയത്. ഒരുപാട് കൊതിച്ചാണ് ഞാൻ ഈ എക്സ്പ്ലസ് 210 മേടിച്ചത്. വണ്ടി മേടിച്ച് ഈ ഒരു 5-6 മാസത്തിനിടയ്ക്ക് ഇത് മൂന്നാമത്തെ വട്ടമാണ് ടയർ പഞ്ചറാവുന്നത്. ആണി കയറിയിട്ടെന്നല്ല, അലോയി തുരുമ്പെടുത്തിട്ടാണേ. ഞാനിന്ന് വണ്ടി ഷോറൂമിൽ കൊണ്ട് അവരെനിക്കത് മാറ്റിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വരും ദിവസം പറയാം. അത് കഴിഞ്ഞ് നേരെ ഫുഡ് കഴിക്കാൻ ബൈപ്പാസിൽ പോയിട്ടുണ്ടായിരുന്നേ. ബൈപ്പാസിൽ പുതിയൊരു നെയ്ച്ചോറ് കട വന്നിട്ടുണ്ടായിരുന്നു. അവിടെ നെയ്ച്ചോറും ബീഫും അതേപോലെ ചിക്കൻ 65 അല്ല ചിക്കൻ ചില്ലിയാണെന്ന് തോന്നുന്നത്. അത് പോയി കഴിച്ച് അപ്പോഴത്തേനും നമ്മുടെ പിക്സി കുട്ടീനെ ഇന്നിപ്പോൾ എല്ലാം ഫൈനൽ അപ്ഡേറ്റിന് വേണ്ടി ഞങ്ങൾ ഓട്ടോ ടാക്സി കൊണ്ടുപോകാൻ വണ്ടി എടുക്കുകയാണേ. രാത്രി അത്യാവശ്യം എൻക്വയറി വരുന്നുണ്ട്. നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെയൊക്കെ ട്രിപ്പായിട്ടില്ലയോ, ഒരുപാട് പാക്കേജ് ട്രിപ്പിന് വിളിക്കുന്നുണ്ട്, അല്ലാതെ പാക്കേജ് വിളിക്കുന്നുണ്ട്. 1-2 എഗ്രിമെൻറ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞൊരു കോമഡി നടന്നായിരുന്നേ. ഒരു മോൻ, അതായത് നമ്മുടെ വണ്ടി നോക്കാൻ വേണ്ടി പെരുമ്പാവൂരുന്ന് അവനും അവൻ്റെ അച്ഛനുമായിട്ട് വന്നിട്ടുണ്ട്. അവൻ 7ാം ക്ലാസ്സിൽ പഠിക്കുക. അവൻ വന്നുകൊണ്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, ചേട്ടാ ഇവിടെ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്ന 9 ബ്ലോഗ്സിലെയോ ആ ചേട്ടൻ എവിടെയെന്ന് ചോദിച്ചേ. അപ്പം ഞാൻ ചോദിച്ചു, ഇനി എന്നെ മനസ്സിലാവാത്തതുകൊണ്ടാണെന്ന് കണ്ടിട്ട് ഞാൻ അവൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം പറഞ്ഞ് ആ ചേട്ടൻ വീട്ടിൽ പോയാന്ന് ചോദിച്ചപ്പം ഞാൻ പിന്നെ അവനെ തിരുത്താമെന്നില്ല, അവനെ ആ ചേട്ടൻ വീട്ടിൽ പോയെന്ന് പറഞ്ഞേ. അപ്പോൾ എൻ്റെ കൂട്ടത്തിക്കുന്നൊരു ചിരിക്കുന്നുണ്ടായിരുന്നു. ഒടുക്കം ഞാൻ ആ മോനോട് പറഞ്ഞ്, ഡാ നീ പറഞ്ഞ 9 ബ്ലോഗ്സ് ഞാനാണ്. അല്ല ഏട്ടാ, സൗണ്ട് ഇങ്ങനെയല്ല. പിന്നെ ഞങ്ങൾ ആ ചേട്ടൻ്റെ ഫേസ് ഒന്നും അങ്ങനെ ഒരുപാട് കാണാത്തതുകൊണ്ട് മനസ്സിലായില്ലെന്ന് പറഞ്ഞേ. അതിന് നമ്മളെ വണ്ടിയും കൊണ്ട് പോകുന്നത് എന്നതേം പോലെ സിലോപ്പിയും മനുവാണ്. പിക്സിയായിട്ട് ഞങ്ങൾ ഓട്ടോ ടാക്സി പോകുന്നത്. എന്നിരുന്നാലും ആ മോൻ പറഞ്ഞ പോലെ ഇനി ഇടയ്ക്കൊക്കെ വീഡിയോയിലൊക്കെ ഒന്ന് ഫേസ് കാണിക്കണം. എനിക്കല്ലെങ്കിൽ ഫേസ് കാണിച്ച് വീഡിയോ എടുക്കാൻ ചെറിയൊരു ചമ്മലും മടിയാണേ. ഇത്രയൊക്കെയുള്ളൂ. അങ്ങനെ പിക്സി ഓട്ടോ ടാക്സി വരും അപ്ഡേറ്റുകളൊക്കെ വരും ദിവസം പറയാം. ഓക്കെ ഗൈസ്, വീഡിയോ ഇത്രയുള്ളൂ. ടാറ്റാ, ബൈ 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 ബൈ.